സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യവേളയിൽ സ്തോത്രം. പ്രിയ ദൈവമക്കളോടൊപ്പമായിരിക്കാണ് കർത്താവിന്റെ ഒരു സാക്ഷിയായി പണ്ടൊക്കെ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതിലുപരിയായി 30 വർഷത്തോളമായി ദൈവദാസനും കുടുംബമായിട്ടിരുന്ന ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചിട്ട് ഈ ഇടവേളയ്ക്ക് ശേഷം അതിനും എനിക്ക് ഭാഗ്യം തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ഞങ്ങള് തങ്കശ്ശേരിയിലാണ് എൻ്റെ ജന്മദേശം. 11 മക്കളാണ് അപ്പനും അമ്മയ്ക്ക്. ഞാൻ അതിൽ 6ാമത്തവനാണ്. സെമിനാരിയിലും വൈദികന്മാരുടെ കൂടെയൊക്കെയാണ് വളർന്നത്. എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ അവരെ വിട്ട് എൻ്റെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ വീണിട്ട് ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആപത്തിൽ ചെന്ന് വിടുവാൻ തക്കൊന്നും ഇടയായി. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ കൊല്ലുവാനും അത് മുഖാന്തരം ജയിലിൽ പോകുവാനും എനിക്കിടയായി. ഞാൻ വാസ്തവമായി പള്ളിയിൽ ആൾട്രാബോയിയായിട്ടൊക്കെ ശുശ്രൂഷയ്ക്ക് സഹായിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ അവിടെ ഒന്നും അറിയാൻ കഴിയാതിരുന്ന യേശുവിനെ അറിയുവാൻ എനിക്ക് ജയിൽ വരെ പോകേണ്ടി വന്നു. ഞാൻ തടവറയിലായിരുന്ന സമയത്ത് വാസ്തവത്തിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിലും ജയിലിനുള്ളിൽ കടന്നതിന് ശേഷം എനിക്ക് ജീവിക്കാനുള്ള താല്പര്യം നഷ്ടമായി. ജീവിക്കാൻ താല്പര്യമില്ലാതായി. ഇങ്ങനെ മരിക്കണമെന്നുള്ളൊരു അവസ്ഥയായി. ഞാനൊരു 14 മാസത്തോളം ഈ സത്യയിൽ കടന്ന് അതിനെ തക്കവണ്ണം മരവിച്ചു. കാരണം ജയിലിലായി കഴിഞ്ഞപ്പോൾ ലോകവുമായിട്ടുള്ള ബന്ധം വിട്ട് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പശ്ചാത്താപമില്ല, ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയില്ല, ഒരുതരം മരവിച്ച അവസ്ഥയിലായിരുന്നു. 14 മാസം ഞാൻ ഈ സബ്ജയിലിൽ കിടന്നതിന് ശേഷം കൊല്ലം കോടതി എന്നെ ജീവപര്യന്തം ശിക്ഷിച്ച് ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പോയി. അവിടെ ചെന്ന 3-4 മാസങ്ങൾക്ക് ശേഷം അവിടെ ഇതുപോലെ വൈകുന്നേരം ഞായറാഴ്ച രാവിലെ ഞാൻ പകല് ഇതുപോലെ ഒരു ചെറിയ ഹാളുണ്ട്. അവിടെ പുറത്തു നിന്ന് ദൈവദാസന്മാർ കടന്നു വന്ന് സുവിശേഷം പ്രസംഗിക്കും. അവർ ദൈവവചനം പറയുമ്പോഴൊക്കെ നമ്മൾ ആ സൈഡിൽ കൂടെ ഒക്കെ പോയാൽ അങ്ങോട്ട് കയറാറോ അതൊന്നും മൈൻഡ് ചെയ്യാറുമില്ല. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം ഇത് എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചില വിശേഷ ദിവസങ്ങളിൽ ജയിലിന്റെ ടവറിന്റെ ചുറ്റും പരസ്യമായ ഒരു സുവിശേഷ പ്രസംഗം നടത്താറുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും എനിക്ക് കർത്താവിനെ കുറിച്ച് യാതൊരു രൂപവുമില്ല. അത് കേൾക്കാൻ പോലും ഇഷ്ടമില്ല. കാരണം അതൊക്കെ എന്തോ ഒരു വിരോധം പോലെ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മുറിയിൽ ഒരിക്കൽ ഇതുപോലെ വളരെ മനസ്സിനകത്തൊരു വിങ്ങല്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ജീവിക്കണോ. ഞാൻ പലപ്പോഴും ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ചിട്ട് ഞാൻ കിടക്കാൻ വിരിച്ചിരുന്ന ജംകോളം എടുത്ത് അവസരം നോക്കിയിരുന്നു. ഒരാളെ പോലും ഇല്ലാത്തൊരു സാഹചര്യം ഇല്ലാതെ മരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതെടുത്ത് കരുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളം ഇരുന്ന്. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഞാൻ ഇതുപോലെ സെല്ലിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ കടന്നു വന്നിട്ട് എന്നോട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ഈ കർത്താവിനെ കുറിച്ച് പറയുന്നത് ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം ഒരു നായർ സമുദായത്തിലുള്ള ആളാണ്. ഗീതാകൃഷ്ണൻ എന്ന പേര്. അദ്ദേഹം വന്ന് ഇങ്ങനെ കർത്താവിനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. ചിരി വന്നതിന്റെ കാരണം ഞാൻ ക്രിസ്ത്യാനിയാണെന്നുള്ള അഹങ്കാരം. വാസ്തവത്തിൽ യേശു എന്നിലില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളപ്പോ യേശുവിനെ അറിഞ്ഞു? യേശു ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെപ്പോഴാ യേശുവിനെ അറിഞ്ഞു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജയിലിൽ വന്നതിന് ശേഷം യേശുവിനെ അറിഞ്ഞു. സഹോദരൻ യേശുവിനെ അറിയാവുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ഞാൻ കൊച്ചിലെ മുതൽ പള്ളിയിൽ അച്ഛന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളർന്ന ആളാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനിയാണ്. അപ്പോഴാ സഹോദരൻ പറഞ്ഞത്, സഹോദരൻ കണ്ടതും കേട്ടതും അല്ല യേശു. യേശു ഒരു അനുഭവമാണ്. സഹോദരന്റെ മനസ്സുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഞായറാഴ്ച അവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ എന്താണ് യേശു എന്നുള്ളത് വ്യക്തമാക്കി തരാൻ അവിടെ ആളുകൾ വരും. സഹോദരൻ അവിടെ. അപ്പൊ അവിടെ സമയപരിമിതി കൊണ്ടാണ് ഈ സഹോദരൻ എന്നോട് ഇത് പറഞ്ഞ് മുഴിപ്പിക്കാൻ കഴിയാതെ പോയത്. അങ്ങനെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇതുപോലെ ആ സഹോദരൻ വന്ന് എന്നെ വിളിച്ച് ആരാധനയ്ക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ ഏറ്റവും പുറകില് ഇങ്ങനെ ഇരുന്നു. ഇവിടെ അവിടെ മോസസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ് കടന്നു വന്നത്. ദേവദാസിന് ഇന്നും അവിടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വളരെ നീളം കുറഞ്ഞിട്ടുള്ള ദേവദാസനാണ്. അദ്ദേഹം കടന്നു വന്ന് ദൈവവചനം പറയുമ്പോഴൊക്കെ ഞാൻ ഈ പുറകിൽ വല്ലോടും നോക്കി വല്ലവും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് കേൾക്കാനുള്ള മനസ്സില്ല. എന്റെ മനസ്സിൽ അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്ത പ്രവൃത്തിയും എന്നെ ഭരിക്കുന്ന പിശാചും കൂടെ എന്നെ അങ്ങനെയാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ദൈവത്തെ അറിയാനുള്ള അവസരം ഉണ്ടായിട്ടും അതിലേക്ക് എന്നെ പോകാൻ അനുവദിക്കാതെ എന്റെ ചിന്തകൾ കൊണ്ട് എന്റെ പ്രവൃത്തിയെ ഞാൻ സ്വയം ന്യായീകരിച്ചുകൊണ്ട് എന്റെ തിന്മയിൽ ആശ്രയിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ്.
അങ്ങനെ ഇത് പല ആവർത്തി ഈ ആരാധനയ്ക്ക് ഈ സഹോദരൻ വന്ന് വിളിച്ചു, ഞാൻ അവിടെ പോയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഈ അവിടെ നിന്ന് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ വചനം കേട്ടിട്ട് കരയണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കാരണം അതുവരെ എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. എന്റെ ഉള്ളില് എന്തോ ഒരു സമ്മർദ്ദം. ഈ വചനം കേൾക്കുന്നതോടെ എനിക്കൊന്ന് വിട്ട് കരയും. ഞാൻ അവസാനം നിലവിളിച്ച് കരഞ്ഞു. എന്തിനാ കരയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസൻ എന്റെ അടുത്ത് നിന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് വചനം പറഞ്ഞിട്ട് പറഞ്ഞു, വേറെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നിവിടെ കരയാൻ പറ്റില്ല. നിങ്ങൾക്ക് കരയണമായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്തു തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ കരയുമായിരുന്നു. ഇന്ന് നിങ്ങളിവിടെ കരഞ്ഞതെന്ന് പറഞ്ഞാൽ സത്യമായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ തൊട്ടതുകൊണ്ടാണ് നിങ്ങൾ കരയാൻ കാരണം. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളിവിടെയോ അവർ റൂമിൽ ചെല്ലുമ്പോഴോ ദൈവസന്നിധിയിലിരുന്ന് ഞാനൊരു പാപിയാണെന്ന് കർത്താവിനോട് ഏറ്റു പറയും. അവിടെ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഇരിക്കുന്ന അടുത്തിരുന്ന്, കർത്താവ് ഞാൻ പാപം ചെയ്തു, അവിടുന്ന് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചെയ്തുവെന്നും നിങ്ങൾ മനസ്സ് തുറന്നു പറയും. ഇതേ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിലെന്ന് പറയും. കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. കർത്താവ് ആരാണെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഇത് പറഞ്ഞു അന്നത്തെ ദിവസം ഈ എന്റെ 2 വർഷത്തെ ജയിൽ ജീവിതത്തിനിടയ്ക്ക് ആദ്യമായിട്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങി. ആ ദിവസം ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോ തലേ ദിവസം എനിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. തലേ ദിവസത്തെ പകലിന്റെ അവസ്ഥയല്ല അടുത്ത ദിവസം ഞാൻ മറ്റൊരു അവസ്ഥയിലായി. അപ്പൊ എനിക്ക് വേദപുസ്തകം വായിക്കണം, വേദപുസ്തകം പഠിക്കണമെന്നൊരാഗ്രഹം. ഞാൻ അങ്ങനെ ഇതെടുത്തു വെച്ച് കൂടെ നോക്കും. എനിക്കത് വായിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിദ്യാഭ്യാസമില്ല, 4ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അപ്പൊ അതും പഠിക്കാൻ പോയിട്ടല്ല, ഉപ്പുമാവ് തന്നെ പോയത് കൊണ്ടാണ് അവിടെ 4ാം ക്ലാസ് വരെ പോയത്. അത് കാരണം എനിക്ക് വായിക്കാനും അറിയില്ല. ഇത് വായിക്കണമെന്നുമുണ്ട്. അങ്ങനെ ഇത് ആരുടെങ്കിലും പറയാൻ പറ്റും. അങ്ങനെ ഞാൻ 2-3 ആഴ്ച ഈ ആരാധനയെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ക്രമേണ എനിക്ക് വചനത്തെ കുറിച്ച് ദേവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അടിസ്ഥാനപരമായി ഞാൻ കർത്താവിലാകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിടേണ്ടത് എന്തൊക്കെയാണ്, എപ്രകാരമാണ് ഞാൻ ദൈവസന്നിധി സമർപ്പിക്കേണ്ടതെന്നൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചില നാളുകൾക്ക് ശേഷം ഒരു രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് എനിക്ക് വചനത്തോട് ഭയങ്കര ലാഭം. വചനം വായിച്ചോളാൻ മതി. ഇവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, എന്റെ ഹൃദയത്തിൽ അത് ഇരിപ്പുണ്ട്. പക്ഷെ എനിക്കിത് അധികമായിട്ട് അറിയണം, പഠിക്കണോ എന്നുള്ള വാഞ്ചതാണ് ഒരു രാത്രി ഞാൻ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ കർത്താവ്, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. എനിക്ക് യാഥാർത്ഥ്യം വായിച്ച് മനസ്സിലാക്കി തിരിച്ചറിയാൻ എനിക്ക് കൃപ തരണം. എനിക്ക് പഠിക്കണം, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ വേറെ പുസ്തകം എടുത്തു വെച്ചു. ആ എടുത്തുമ്പോൾ തന്നെ ഞാൻ വായിച്ചു. എനിക്ക് എങ്ങനെയത് സാധിച്ചെന്ന് വെച്ചാൽ ദൈവകൃപ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അതിന് പ്രാപ്തനാക്കി. അക്ഷരങ്ങള് എന്റെ കണ്ണിന്റെ ദൃഷ്ടിയിൽ നല്ല വ്യക്തമായിട്ട് എന്റെ മനസ്സിൽ അതിന്റെ അർത്ഥവും വന്നു. ഞാൻ നല്ല വ്യക്തമായി വേദപുസ്തകം വായിച്ചു തീർന്നപ്പോ ഞാൻ വളരെ പെട്ടെന്ന് 3-4 പ്രാവശ്യം ഈ വേദപുസ്തകം മുഴുവനും വായിച്ചു തീർത്തിട്ടുണ്ട്. കാര്യം ഇതിനുള്ള ദാഹം വർദ്ധിച്ചു. അപ്പോ ഞാൻ ഈ വിശ്വസിച്ച് സമർപ്പിച്ച് വേദപുസ്തകവും വായിച്ച് വചനവും അറിയാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുപോലെ ഞായറാഴ്ച ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ചെന്നപ്പോൾ ഞങ്ങളൊരു 10-40 പേരുണ്ട്. എല്ലാവരും ജയിൽ പോലെയുള്ള, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരുമല്ല. അപ്പൊ ഈ 1600 പേര് കിടക്കുന്നതിൽ ഒരു 40 പേര് ദൈവത്തെ ആരാധിക്കുന്നത് ഒരു വലിയ കാര്യമാണ് അവിടെ. അതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചത്, അവിടെ ഈ ആരാധന തുടങ്ങുന്നുണ്ട്, ഇത് 10 മണിക്ക് തുടങ്ങും. അതിനു മുമ്പ് പള്ളിയിൽ നിന്ന് അച്ഛന്മാർ വരും. അവര് വന്ന് 8 മണിക്ക് അവിടെ കുർബാനയും കാര്യങ്ങളും നടത്തും. അപ്പൊ അവിടെ ഇത് കൂടുതൽ ആൾ വരും. ഈ ആരാധനയ്ക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വരും. അവര് വന്ന് കുർബാനയൊക്കെ കൂടിയിട്ട് പോകും. അപ്പൊ പിന്നെ ഈ 10-40 പേര് ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങും, 12 മണിയാകുമ്പോ ഇറങ്ങും. അപ്പൊ ഞാൻ ആലോചിച്ച് ഈ രണ്ടും തമ്മിലൊരു വ്യത്യാസം കാണുന്നില്ല. അല്ല, അവരും വരുന്നത് നമ്മളും പോകുന്നു. ഈ വ്യത്യാസമൊന്നും തിരിച്ചറിയത്തില്ല. ഇപ്പൊ അറിയാം, അന്ന് അറിയത്തില്ല. അവരും വന്ന് പ്രാർത്ഥിക്കുകയല്ലേ, കുർബാന കൊടുക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. അങ്ങനെ ഞാൻ ഈ മോശത്ത് വേറെ വന്നിട്ട് ചോദിച്ചു, പക്ഷേ
ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ പാസ്റ്ററിന്റെ ഒക്കെ പറഞ്ഞു, ബ്രദർ ഒന്നും ചെയ്യണ്ട, ബ്രദർ അതിന് സമർപ്പിച്ചാൽ മതി, ദൈവം പറഞ്ഞു തരും, ദൈവം കൊണ്ടുപോകുന്നു ചെയ്യണമെന്ന്. കൂടെ ഇരിക്കുന്നവർക്ക് ഈ കർത്താവിനെ അറിയില്ലല്ലോ. ബ്രദർ ചെന്ന് അവരോട് ഇത് പറയാം, യേശു ക്രിസ്തു ജീവിക്കുന്നു, ഞാൻ യേശുവിനെ അറിയുന്നു, ഞാൻ യേശുവിൽ വിശ്വസിച്ചു, എന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായി, ഞാൻ പുതിയൊരു മനുഷ്യനായി തീർന്നു എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അവർക്കത് കേട്ടിട്ട് കർത്താവിനെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമെന്ന് പറഞ്ഞ് ഈ ബ്രദർ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അതിനുശേഷം എനിക്ക് സുവിശേഷം പങ്കുവയ്ക്കാൻ അറിയില്ലല്ലോ. ഞാൻ ക്രമേണ അടുത്തിരിക്കുന്നവരുടെ പേര് ചോദിച്ചു, അവരെ അഡ്രസ്സ് തിരക്കി, ക്രമേണ ഞാൻ അവരോട് സുവിശേഷം പറയാൻ പഠിച്ചു. സുവിശേഷം പറയാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചു. പിന്നെ എനിക്ക് അതൊരു ആവേശമായി. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്നാൽ ഉടനെ തടവുകളിലെ മറ്റ് ജയിലുകൾ, മറ്റ് സെല്ലുകളിൽ പോയി മറ്റുള്ളവരുടെ പുതിയ ആൾക്കാരെ കണ്ടിട്ട് അവരെ പരിചയപ്പെട്ട് അവരോട് കർത്താവിന്റെ വചനം പറയാം. ക്രമേണ ഞാനൊരു അതിനകത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനുള്ള പ്രാഗൽഭ്യം ദൈവം എനിക്ക് തന്നു. എപ്രകാരം എന്ന് വെച്ചാൽ അതിന്റെ ആദ്യ പടി ഞാൻ ദൈവത്തോട് ചോദിച്ചു പറഞ്ഞ് ആ ദൈവത്തെ പരീക്ഷിച്ച ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ആ ജയിലിനകത്തൊരു ഡിസ്പെൻസറി ഉണ്ട്, ഈ സിഗ്രിഗേഷൻ വാർഡാണ്. എന്തെങ്കിലും വ്രണമോ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവരെ ഇടുന്ന അവർക്ക് പാർക്കാനുള്ള ഒരു സെല്ലാണ്. ഞാൻ ഒരിക്കൽ ഇതുപോലെ സുവിശേഷം പറയാൻ പോയി ആ ഡിസ്പെൻസറി ചെന്നപ്പോൾ ആ ഡിസ്പെൻസറി ഇതുപോലെ കയറി ചെല്ലുന്ന രണ്ട് സൈഡിലായിട്ട് രണ്ട് റൂമാണ്. രണ്ട് റൂമെന്ന് വെച്ചാൽ 10-15 കട്ടിൽ വീതമുണ്ട്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇടത്തെ സൈഡിൽ പൊതുവെ അങ്ങോട്ട് കയറിയപ്പോഴേ ഒരു ഭയങ്കര സ്മെല്ല്. അപ്പൊ ഈ ഇടത്തെ സൈഡിൽ ആരുമില്ല, എല്ലാവരും വലത്തെ സൈഡിലാണ്. ഇടത്തെ സൈഡിലാണെങ്കിൽ ആ ഒരു മൂലയ്ക്ക് ഭയങ്കര ഈച്ചയും ശല്യം. ഞാൻ അങ്ങനെ കയറി ചെന്ന്, അപ്പൊ ഞങ്ങൾക്ക് 6 മണിക്ക് തിരിച്ച് റൂമിൽ കയറണം. 4 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ 2 മണിക്കൂറിനകത്ത് കൂടിയും ജപവും കാര്യങ്ങളും കഴിഞ്ഞാൽ ഇതിനുള്ള സമയം കണ്ടെത്തുന്നത്. അങ്ങനെ ഞാൻ കയറി അവിടെ ചെന്ന് ആ സൈഡിൽ ചെന്ന് നോക്കിപ്പോ അങ്ങേ മൂലയ്ക്ക് ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. മരിച്ചോ ജീവിച്ചതാണോ എന്ന് അറിയാൻ പാടില്ല, ആ വ്യക്തി കിടക്കുക. അപ്പൊ ആ കട്ടിൽ അത് അങ്ങോട്ട് നോക്കി തിരിഞ്ഞു കിടക്കുക. അവിടെയാണ് ഈ സ്മെല്ല്. അത് 2-3 ദിവസം അദ്ദേഹത്തിന് കൊടുത്ത പാലും ബ്രെഡും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഇതിന്റെ സത്യം എനിക്ക് അറിയത്തില്ല, പുള്ളി എന്തോ പറ്റിയേക്കാന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ അടുത്ത് ചെന്ന് പുള്ളിയെ ഒന്ന് തൊട്ടപ്പോ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ദേഹം മൊത്തം ഭയങ്കര മാടയുണ്ട്. പുള്ളി ക്യാൻസർ ബാധിതനാണ്. ക്യാൻസർ ബാധിച്ച് ഇവിടെ കരിച്ചിട്ട് അത് അവിടെ വെച്ച് അഴുകി ഇദ്ദേഹത്തിന്റെ അസ്ഥിയൊക്കെ വെളിയിൽ തെളിഞ്ഞു. അപ്പൊ ഈ മനുഷ്യന്റെ അടുക്ക പോകാൻ ആർക്കും വയ്യ, മനസ്സില്ല. ഇപ്പൊ ഈ സ്മെല്ല് സഹിക്കാൻ മേലാത്തതുകൊണ്ടാണ്. ഞാൻ ഇതൊന്ന് കണ്ട് ഞാനും ആലോചിച്ചു. ഞാൻ അവിടെ നിന്ന് അതിന് പെട്ടെന്ന് ഒരു പരീക്ഷ പോലും ഉണ്ടായി. ഞാൻ പെട്ടെന്ന് കർത്താവിന് കൊടുത്തു. കർത്താവ് കുഷ്ഠരോഗികളെയും ഈ വിവിധ ദീനം ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയതൊക്കെ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓടി വന്നു. അപ്പൊ ബെല്ലടിച്ചു. അവിടെ എനിക്ക് തിരിച്ച് റൂമിൽ കയറാനുള്ള ബെല്ലടിച്ചു. ഇത് കണ്ടിട്ട് ആ രാത്രി മുഴുവൻ ഇദ്ദേഹം എന്റെ മനസ്സിൽ. ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ എന്റെ മനസ്സിലൊരു കുറ്റം പോലും, ഞാൻ അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ സമർപ്പിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്ന് രാത്രി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധി സമർപ്പിച്ച് നാളെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്ക് പോകും. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുമെന്ന് തീരുമാനം എടുത്തിട്ട് പിറ്റേ ദിവസം ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിനും നിന്നില്ല. തപാല് വന്നൊന്നും നോക്കാൻ പോലും നിന്നില്ല. ഞാൻ ജോലി കഴിഞ്ഞ് പെട്ടെന്ന് വന്നു ബൈബിൾ കൊടുത്ത് നേരെ ആ മുറി ചെല്ലുമ്പോൾ ആ സഹോദരൻ അന്ന് കൊടുത്ത പാല് കൊണ്ടിരിപ്പുണ്ട്. അതിന് മുമ്പുള്ളത് പാലും ബ്രെഡും അവിടെ ഇരിക്കുകയാണ്. ഞാൻ ചെന്ന് നോക്കിയിട്ട് വിളിച്ചപ്പോൾ പുള്ളിക്ക് സംസാരിക്കാത്ത അത്ര വേദന, ജീവനോടെ പൂവിരിക്കുന്ന ഒരവസ്ഥയില്ലേ. പുള്ളി വേദന സഹിക്കാൻ മേലാതെ ഇങ്ങനെ കടിച്ച് വായങ്ങ അടഞ്ഞു പോയി. അത് കാരണം തിന്നാൻ പറ്റില്ല. നഖമൊക്കെയാണ് ഇങ്ങനെ വളർന്ന് വിരലിനേക്കാൾ നീളമായിട്ട് ഇങ്ങനെ വളർന്നിരിക്കുക. ആരും അതൊന്നും ശുചീകരിക്കാനൊന്നും ആരുമില്ല. ഏൽപ്പിച്ചിരിക്കുന്ന തടവുകാരെ അവരെത്ര ചെയ്യും. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് എനിക്കും മനസ്സിൽ, ഞാനും മനുഷ്യനല്ലേ, ആരും ചെയ്യാത്ത കാര്യം ചെയ്യാനായിട്ട് ഞാൻ അവിടെ ചെന്ന് എനിക്ക് പറ്റൂ എന്നൊരു ബലമില്ല മാനസികമായിട്ട്. എന്നാൽ വിശ്വാസത്താണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കിയ കർത്താവാണല്ലോ, എനിക്ക് ഈ പാവത്തിന് ഒന്ന് വൃത്തിയാക്കണം. അപ്പൊ എനിക്കതിനുള്ളൊരു ബലം തരണം, ധൈര്യമായിട്ട് അദ്ദേഹത്തെ തൊടാനുള്ളൊരു ബലം തരണം. ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്ന് ആ സഹോദരനെ പിടിച്ച് തിരിച്ചു കിടന്നു.
തിരിച്ചു കിടത്തി കൈയും കാലും ഒക്കെ നോക്കപ്പോ ഈ പറഞ്ഞതുപോലെ നഖവും ഒക്കെ വളർന്നു വല്ലാത്ത അവസ്ഥ. ഈ ഒഴിച്ചിറങ്ങുന്നത് ചൊറിയുമ്പോ പുള്ളി ഇത് വെച്ച് തന്നെ ഇങ്ങനെ വാന്തിയിട്ട് ഇതെല്ലാം വരെ നടയിരിക്കുക. ഞാൻ ചെന്ന് ഈ സഹോദരനെ പിടിച്ച് താങ്ങിയെടുത്ത് നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ഒന്ന് ഫ്രഷാക്കി. അദ്ദേഹം വീട്ടിലെ വസ്ത്രമൊക്കെ മാറിയിട്ട് ഇദ്ദേഹത്തിനുള്ള വസ്ത്രം അവിടെ അപ്പുറത്ത് മാറ്റി വെച്ചിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് ഉടുപ്പിച്ചിട്ട് പിന്നെ അവിടെ ബാബറുടെ കയ്യിൽ നിന്ന് ഒരു ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു അദ്ദേഹത്തിന് നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി അദ്ദേഹത്തെ കിടത്തിയിട്ട് ഈ ബ്രെഡ് പാലിനകത്ത് നോക്കി ഈ ഇവിടെ പല്ലില്ല ഈ ദ്രവിച്ച ഭാഗത്ത് അതിനകത്ത് വെച്ചിട്ട് അതിൽ പാല് ഒഴിച്ചു കൊടുക്കുക. അദ്ദേഹം ഭക്ഷിച്ചു. ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് വെള്ളടിച്ചു. ഞാൻ നേരെ എനിക്ക് ഏതാണ്ട് ഉള്ള പങ്കിട്ടൊരു അനുഭവമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എനിക്ക് പറ്റാത്ത കാര്യം കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ നിന്നിട്ട് എനിക്ക് തുള്ളണം ചാടണമെന്നൊക്കെ തോന്നി. ഞാൻ മുറി ചെന്ന് കയറിയിട്ട് അന്ന് രാത്രി ദൈവത്തിൽ അന്ന് രാത്രിയാണ് ആദ്യമായിട്ട് മുറിയിലിരുന്ന് പാട്ട് പാടുന്നത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാട്ട് പാടിയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തുവിലായപ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയായെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു ആ സെല്ലിൽ നടന്നത്. അപ്പൊ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്ക് ഇങ്ങനെ ചില ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതിനുശേഷം അതൊരു ഉത്തരവാദിത്വമായിട്ട് ദൈവം എന്നെ വരവേൽപ്പിച്ചു. ഞാൻ ആ സഹോദരന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വളരെ റിമാർക്കുള്ള ഒരാളായിരുന്നു ഞാൻ. എന്നെ തല്ലി ഉദ്യോഗസ്ഥനെ തിരിച്ചു തല്ലിയൊക്കെ ഞാൻ അതിനകത്തും ഉപസ്ഥിതി വാങ്ങിച്ചായിരുന്നു. പക്ഷെ ആ സ്ഥാനത്ത് എനിക്ക് കർത്താവിനായി ഈ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു നിലവാരത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഈ ഫ്രാൻസിസ് എന്നാ പേര്. അങ്ങനെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, സാറേ ഈ പാവത്തിന് ചികിത്സിച്ചൊന്നും ചെയ്യാൻ ഒക്കത്തില്ലേ? അപ്പൊ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാല് അദ്ദേഹം ഇനി ജീവിക്കത്തില്ല അധികകാലം. അങ്ങനെ ഏറ്റവും പോയ 3 മാസം അത് ഈ അവസ്ഥയിൽ കിടക്കും. പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ആ മരിക്കുന്ന വരെ ഇദ്ദേഹത്തെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കാം. പിന്നെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് അദ്ദേഹത്തെ ഏറ്റെടുത്ത് കൊണ്ടുപോയി സംരക്ഷിക്കാവുന്നുണ്ടെങ്കിൽ യാതൊരു ഉപാധിയില്ലാതെ അദ്ദേഹത്തെ വിട്ടയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവനിയോഗമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോ ഒരിക്കലും ഇതുപോലെ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നപ്പോ കോട്ടയത്ത് നിന്ന് കഞ്ഞിക്കുഴിയിൽ നിന്ന് വരുന്ന, ഇദ്ദേഹം കോട്ടയംകാരനാണ്, കഞ്ഞിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, പാസ്റ്റർ നിങ്ങൾ ഇവിടെ വന്ന് ഈ ആരാധന സുവിശേഷം പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമുണ്ട്, പറ്റുമെങ്കിൽ അത് ചെയ്തു തന്നാൽ വലിയ ഉപകാരമാണ്. അതെന്തൊരു ഞാൻ പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റോറിയും കൂടെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അത് ബോധ്യമാവില്ല. അദ്ദേഹം ഭാര്യയെ തീ വെച്ച് കൊന്നു എന്ന് പറഞ്ഞുള്ള കേസിലാണ് അവിടെ കിടക്കുന്നത്. ഈ ക്യാൻസർ പിടിച്ചിരിക്കുന്ന പേഷ്യന്റ് അദ്ദേഹത്തിന്റെ ഭാര്യയെ അദ്ദേഹം തീ വെച്ച് കൊന്നു എന്നാണ് കേസ്. അപ്പൊ അതിന്റെ ശിക്ഷ അനുഭവിച്ചാൽ കിടക്കുന്നത്. ഞാൻ ഈ പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ തീ വെച്ചതല്ല, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമായിരുന്നു, അതുകൊണ്ട് അയൽക്കാരുടെ ധാരണയായിരുന്നു ഞാൻ തീ വെച്ചതാണ്, അവിടെ വേറെ ആരുമില്ല. ഞാൻ എന്റെ ഭാര്യയുടെ ഉടുപ്പിൽ തീ പിടിച്ച് കണ്ടിട്ട് ഞാൻ ചെന്ന് പിടിച്ച് അവളെ രക്ഷിക്കാൻ നോക്കിയതാണ്. സംഭവം സത്യമാണെന്ന് തെളിവ് അദ്ദേഹത്തിന്റെ ദേഹം മൊത്തം പൊള്ളിയിരിക്കുക. അപ്പൊ അത് തീർച്ചയായും ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടല്ലാതെ അത് കൊല്ലാനാണ് പോയി കൂടെ. അതാണ് വാസ്തവം എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം അത് വാഗോണ്ട് പറഞ്ഞു. കാര്യം ഞാനിത് പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല, തടവറയിൽ കിടക്കുന്ന എല്ലാവരും ഒന്നും കുറ്റവാളികളോ മനഃപൂർവ്വം കുറ്റവാളികളാകാൻ ആഗ്രഹിച്ചവരോ അല്ല. പിശാചിന്റെ കഴിയുന്ന മനുഷ്യൻ. സഹോദരന് ഈ അവസ്ഥയിലാണ് ഇതിന്റെ പരമാർത്ഥത എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ മകനും വിശ്വസിച്ചത്. ഒരു മോനേ ഉള്ളൂ. മോനും വിശ്വസിച്ചിരിക്കുന്ന അമ്മയെ കൊന്നത് അപ്പനാണെന്നുള്ളത്. അത് കാരണം ഇവന് വേണ്ട ഇദ്ദേഹത്തിന്റെ കേസിനോ അയാൾ അന്വേഷിക്കാനോ ഒരു കത്ത് അയക്കാനോ ഒന്നും അത് ചെറുക്കൻ ശ്രമിച്ചില്ല. അവൻ വിവാഹിതനാണ്. അങ്ങനെ ഞാൻ ഈ പാസ്റ്ററോട് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് വാങ്ങിക്കാവുന്നു. ഞാൻ പറഞ്ഞ അഡ്രസ്സൊക്കെ ഞാൻ പ്രകടിപ്പിച്ചു തരാം. അങ്ങനെ അഡ്രസ്സ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മകനുണ്ട്, മകന് വാസ്തവം അറിയത്തില്ല, മകൻ വിശ്വസിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ് അമ്മയെ കൊണ്ടുവന്നാണ്. അവർ തമ്മിൽ വഴക്കുണ്ടാകുന്ന കാരണം ചുറ്റുപാടുള്ളവരും അങ്ങനെ വിശ്വസിച്ചു. കാര്യം ഇവരെന്നും അടിയും വഴക്കാം. ഇങ്ങനെ അല്പം മദ്യപിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചെയ്തതാണെന്ന് എല്ലാവരും ഒന്ന് സമ്മതിച്ചു, സ്വയം അവരെ അംഗീകരിച്ചു. അങ്ങയുടെ പരമാർത്ഥത അറിയാൻ ആരുമില്ലായിരുന്നു. അതാണ് എൻ്റെ ഒരു വാസ്തവം.
അങ്ങനെ ഞാൻ പറഞ്ഞു, ഈ ചെറുക്കനെ പറഞ്ഞു ഈ കാര്യം ബോധ്യപ്പെടുത്തണം. വേറെ ഉണ്ട്, അവൻ ക്ഷമിക്കണ്ട. ഒരു കാര്യം അവൻ ചെയ്യാൻ പറ, അവന് പിതൃസ്ഥാനത്ത് വേറൊരാളില്ലല്ലോ, ഇദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ അവനപ്പനെന്ന് പറയാനായിട്ട്. ആ ഒരു മാനദണ്ഡം വെച്ചെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുപോയി അധികകാലം ജീവിക്കത്തില്ല. അങ്ങേയറ്റം പോയി 2 മാസം കൂടെയൊക്കെ ജീവിക്കുള്ളൂ. അതുവരെ അദ്ദേഹത്തെ ഒന്ന് ഏതെങ്കിലും നേഴ്സുമാരെ വെച്ചാൽ വേണമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ സംരക്ഷിക്കാം. അത്രയും സമാധാനത്തിൽ കിടന്ന് അയാൾ മരിച്ചോളൂല്ലോ. അങ്ങനെ ഈ ദൈവദാസന്മാർ പോയി അവനെ കണ്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ജയിലറെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പൊ ജയിലർ പറഞ്ഞത് ആദ്യം വന്ന് അപ്പൊ സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല, മറ്റൊരാളെ അയക്കുന്ന കണക്കല്ല. അദ്ദേഹം മരണാസന്ന നിലയിൽ കിടക്കും, അദ്ദേഹം മരിക്കും. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മരണം വരെ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് എഴുതി തന്നിട്ട് അവർക്ക് കൊണ്ടുപോകാം. കാര്യം ഇതേ കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്യത്തില്ല, അതിനുള്ള ആളില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിടാമെന്നുള്ള നിയമമുണ്ട്. അങ്ങനെ ഈ ചെറുക്കനെ അവര് പറഞ്ഞു വിട്ടു. ആ ചെറുക്കനോട് വന്നപ്പോ എന്നെ വിളിപ്പിച്ചു. ഞാൻ പോയി കണ്ട് ഇവരെ അകത്ത് കൊണ്ടുപോയി. അങ്ങനെ ആരും അകത്ത് കയറ്റി കൊടുക്കില്ല. കൊണ്ടുപോയി ഈ സഹോദരനെ കാണിച്ചു. കണ്ടു കഴിഞ്ഞപ്പോ അവന് തന്നെ മനസ്സിൽ ഒരു 2 അവസ്ഥയായി. ചെയ്തത് തെറ്റാണെന്നാണോ ഇനി എന്ത് ചെയ്യുമെന്നാണോ എന്നറിയില്ല. അവനും മരവിച്ചു പോയി. അപ്പൊ തിരിച്ചറിഞ്ഞപ്പോ അവൻ പറഞ്ഞു, എന്ത് തീരുമാനം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലേ, കൊണ്ടുപോവാ. ഇവിടെ കിടന്ന് അനാഥ കിടക്കാതെ മരിക്കേണ്ട അവസ്ഥ ആവശ്യമില്ലല്ലോ, ഇപ്പോൾ ഇയാൾ ജീവിച്ചിരിക്കുമ്പോ അത് മോശമല്ലേ എന്ന് പറഞ്ഞ് ഈ സഹോദരൻ അദ്ദേഹത്തെ കൊണ്ടുപോയി. അതിന്റെ 2 മാസത്തിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഈ സഹോദരൻ മരിക്കുകയും ചെയ്തു. ഞാനിത് പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. കർത്താവ് എനിക്ക് അതിനുള്ള ഭാഗ്യം തന്നു. ഞാൻ അന്ന് മുതല് വേറൊരു തീരുമാനം എടുത്തത്. അവിടെ തലയ്ക്ക് സ്ഥിരതയില്ലാതെ കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ബ്ലോക്കാണ് 10ാമത്തെ ബ്ലോക്ക്. അവിടെ അങ്ങനെ ആരും പോകത്തില്ല എന്ന് പറഞ്ഞാല് അവിടെ ചെന്നാൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല. കാര്യം ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരായതുകൊണ്ട് ഇവര് ഒന്നെങ്കിൽ ഒരു പാട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീട്ടിന്റെ ഒരു കഥ തന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്നത് ഇവര് ശ്രദ്ധിക്കത്തില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഈ മെന്റൽ പേഷ്യൻസ് ആണ്, ഈ കുളിക്കാതെ കേടൊക്കെ ഇരിക്കുന്നവർ കാണും. അപ്പൊ അവര് വസ്ത്രം അരികെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന ഇതിൽ പോയി. അപ്പൊ ഈ കാര്യത്തിലേക്ക് വേണ്ടി ഞാൻ അവിടെയുള്ള നമ്മുടെ സഹോദരന്മാരെയും കൂടെ ഏകോപിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്ത് പിന്നെ ഞങ്ങൾ ഈ ചർച്ച 12 ബ്ലോക്കുണ്ട്. 12 ബ്ലോക്കിലും വിശ്വാസികളായിട്ടുള്ളവരുടെ മുറിയിൽ ദിവസേന വൈകുന്നേരം ഒരു പ്രാർത്ഥന കൂട്ടായ്മ വെച്ചു. ആ ബ്ലോക്കിനകത്ത് അവിടെയുള്ള വിശ്വാസികളെയും പുതിയ ആൾക്കാരെയും കൊണ്ടുവന്ന് അവര് പ്രാർത്ഥിക്കണം. അപ്പൊ അന്നേരം എല്ലാ ബ്ലോക്കിലും പ്രാർത്ഥന നടക്കും. അപ്പൊ ദൈവകൃപ അവിടെ വലുതായിട്ട് വ്യാപരിക്കും. അപ്പൊ അതിനകത്തൊരു സുവിശേഷ പ്രവർത്തനത്തിനുള്ള അവസരം വർദ്ധിക്കുകയാണ്. ഓൾറെഡി അവിടെ സുവിശേഷ പ്രവർത്തനം ദൈവകൃപയുണ്ട്. കാരണം ഈ ക്രിമിനലുകളാണെങ്കിൽ പോലും ചെന്നിട്ട് വേറൊരു സാക്ഷ്യം കൂടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാ. ഇവിടുത്തെ പ്രമുഖനായ ഒരു ക്രിമിനലായിരുന്നു റെനി ജോർജ്. ഇന്ന് അദ്ദേഹം ഒരു ദേവദാസനാണ്. പക്ഷെ ഹരിക്കുന്നില്ല കൊലക്കേസില് ദേവദാസനില്ല അതിലെ പ്രതി. അദ്ദേഹം അവര് 4 പേരായിരുന്നു. ജയിലിലെ ഉദ്യോഗസ്ഥന്മാര് സൂപ്രണ്ട് വരെ പറയുമായിരുന്നു, ഏതൊരു ക്രിമിനലിന്റെ അടുത്തും ചൂണ്ടിക്കാണിക്കുന്നത് റെനി ജോർജിനാണ്. വലിയ ചോദ്യം കാണിക്കുന്നത് നീ അവനെ കണ്ടുപിടി. അവനൂടെ പുലിയെ പോലൊക്കെ നിന്നവനാ. സൂപ്പറിന്റെ IG പോലും പകവച്ചിട്ടില്ല. സൂപ്പറിന്റെ IG അടുത്തൊക്കെ മാനങ്ങളിടാന്ന് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു. അവന് ബീച്ചെ പോലെ ആയിരിക്കുക. നിങ്ങൾ അവനെ കണ്ടുപിടിക്കാനാ പറയുന്നത്. അത് കാരണം കർത്താവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ എങ്ങനെയാകണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ്. എന്റെ കർത്താവ് എനിക്കും അതിനുള്ള ഭാഗ്യം തന്നപ്പോൾ എന്റെ സ്വഭാവത്തിൽ വളരെ മാറ്റങ്ങളായി. എനിക്ക് ക്രമേണ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ള കാഴ്ചപ്പാടുണ്ടായി. അതിനെ മാറ്റാൻ സാധിച്ചു. അതിനകത്തായിരുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന ഒരു സമയവും വെറുതെ കളയാതെ ദൈവവചനം പറയാനും മറ്റുള്ളവരുടെ ഒപ്പം പോയി പ്രാർത്ഥിക്കാനും ഇവിടുത്തെ കണക്കല്ല. ഉപവാസത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൃപയാ. അവധി ദിവസങ്ങൾ 2-3 ദിവസം അടുപ്പിച്ചുണ്ടെങ്കിൽ ഫുൾ വാഷിംഗ് പ്രയറാണ്. വാഷിംഗ് പ്രയർ എന്ന് പറഞ്ഞാൽ രാവിലെ ചെന്ന് 8 മണിക്ക് ചെന്ന് അതിനകത്തോട്ട് കയറിയ 6 മണിക്ക് ബെല്ലടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. അത്രയും നേരം അതിനകത്ത് പ്രാർത്ഥനയും പാട്ടും ഒക്കെ ആയിരുന്നു. ഒരു വലിയൊരു ശക്തിയായിരുന്നു. ഈ റെനി ബ്രദറിനും ഒക്കെ അങ്ങനെ ആകാൻ കഴിഞ്ഞതും ഇങ്ങനൊരു കൃപ അതിനകത്ത് വ്യാപരിച്ചത് കൊണ്ടാണ്.
അതിന് കാരണം അതിനു വേണ്ടി വില കൊടുത്ത ഇതുപോലെ ധാരാളം ദൈവദാസന്മാർ അവിടെയുണ്ട്. അവര് ആക്ഷേപവും തുപ്പും അകത്ത് കയറി വരുമ്പോൾ തടവുകാർ തന്നെ ആക്ഷേപിക്കും. പക്ഷെ അതിന്റെയൊക്കെ നടുവിൽ അതൊന്നും വകവെക്കാതെ കർത്താവാണ് വലുതെന്നും പാപികളുടെ മാനസാന്തരവും രക്ഷയുമാണ് വലുതെന്നും അവര് മുന്നേ കൂട്ടി വിചാരിച്ചു. ദൈവസന്നിധിയിൽ അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറായും അവര് കടന്നു വന്ന് അത് ചെയ്തപ്പോൾ അനേക ക്രിമിനലുകൾ, അനേകർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഇന്നും ദൈവവേലയിലായിരിക്കുന്ന ഒരുപാട് കുറ്റവാളികളായ സഹോദരന്മാരുണ്ട്. അതിലേക്ക് പുറകിലുള്ളവർ ഈ കർത്താവായ യേശുവിനെ അവർ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എന്നത് മാത്രമാണ്. ഞാനും അതിനുശേഷം ഈ ജയിലില് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നിടത്ത് ഞങ്ങള് ഒരു ശുശ്രൂഷ പ്ലാൻ ചെയ്തു. ശുശ്രൂഷ വേറെ ഒന്നുമല്ല, പുറത്തു പോകുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ ഈ ജയിലിലെ തടവുകാരായിട്ടുള്ള സഹോദരന്മാരുടെ ഒരു കൂട്ടായ്മ വന്നു. അപ്പൊ അതിനൊരു സംഘടന രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ കിടന്ന് ഒത്തിരി നാൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വസിച്ചു ഒക്കെ ഒരു തീരുമാനം എടുത്ത് പ്രസിഡേഴ്സ് ഗോസ്ബൽ ടീം എന്നും പറഞ്ഞ് ഒരു ടീം ഞങ്ങൾ തീരുമാനിച്ചു. അത് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരത്താണ് രജിസ്റ്റർ ചെയ്തത്. അതിന്റെ സഹോദരന്മാരൊക്കെ തന്നെ എൻ്റെ പ്രസിഡന്റും ഖജാൻജിയും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഇതെന്ന് പറഞ്ഞാല് പരോളിലോ മോചനത്തിലോ പുറത്തായാൽ അവരവരുടെ ഏരിയയിൽ മീറ്റിംഗ് ക്രമീകരിച്ചിട്ട് ബാക്കിയുള്ളവരെ അറിയിക്കുക. എല്ലാവരും അവിടെ കൂടണം. ഒന്ന്. രണ്ടാമത് പുറത്തു പോകുന്നവര് ആരുടെ മേലെ കൈ നീട്ടിയിട്ട് കർത്താവിന്റെ വേല ചെയ്യാൻ തയ്യാറാകരുത്. നിങ്ങൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അതിനകത്തുനിന്ന് ഒരു അംശം ഉണ്ടാക്കി കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുക. കൂടെയുള്ള സഹോദരന്മാരും ദരിദ്രന്മാരും കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് നിങ്ങൾ കൊടുക്കാമെങ്കിൽ കൊടുക്കുക. ഇങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ അത് ചെയ്യാനും സാധിച്ചു. അത് ഇന്നു വരെയും നിലനിൽക്കുന്നുമുണ്ട്. ഒരു കാര്യം പറയാതിരുന്നില്ല, ഞാനിപ്പോൾ അതിലില്ല. പക്ഷെ എന്റെ സഹോദരന്മാരത് സജീവമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജോസ് വലപ്പാട്, ക്രിസ്റ്റൽ ഫെർണാണ്ടസ്, റിനി ജോർജ് എല്ലാവരും അതേ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ദൈവം തന്ന കൃപ അനുസരിച്ച് എനിക്ക് പൂർണ്ണമായി ഒന്നും ആകാൻ സാധിച്ചില്ലെങ്കിലും ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തത് ദൈവഹിതത്തിന് വിപരീതമായിരുന്നു. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് വെച്ചാൽ പ്രാണൻ പോകുന്ന അവസ്ഥയുണ്ടായി. കാരണം അത് പറയുന്നത് ആത്മപ്രേരണ കൊണ്ട് പറയാം. ഞാൻ വിവാഹം കഴിച്ചത് വിശ്വാസിയല്ലാത്തൊരു സഹോദരിയായിരുന്നു. സ്നേഹിക്കാൻ പോലും പ്രേമിച്ചൊന്നും വിവാഹം കഴിച്ചതല്ല. ആ കുട്ടി എന്നോട് വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചു, ഞാനത് ചെയ്തു. പക്ഷേ അത് ദൈവഹിതമല്ലായിരുന്നു. ആ കുട്ടി ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരുന്നു. എനിക്കന്നേരം തോന്നിയത് ഒരു സഹതാപം മാത്രമായിരുന്നു. കാര്യം മാതാപിതാക്കന്മാരില്ല, പിന്നെ ജന്മനാ ഇത്തിരി ആന്തരിക വൈകല്യമൊക്കെ ഒരു കുട്ടിയാണെന്നുള്ള അറിവ് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ അങ്ങനെ ചെയ്തതാണ്. ആ കുട്ടി ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിനകത്ത് എനിക്കൊരു നേട്ടമുണ്ടായെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ആ പെണ്ണ് വന്നതിന് ശേഷമാണ് ഞാൻ ജീവിതത്തിൽ എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമെന്ന് പഠിച്ചത്. ആ പെണ്ണ് വിവാഹം കഴിച്ചതിന് ശേഷം ക്ഷമയുടെ നെല്ലിപ്പലക തെറ്റി. മുമ്പായിരുന്നെങ്കിലോ ഞാൻ എന്തും ചെയ്യും, എന്തും പിടിച്ചു പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഓരോ ദിവസവും എൻ്റെ വാക്കില് എൻ്റെ നാക്കിനെ ഒന്ന് നിയന്ത്രിക്കാൻ ഞാൻ പെടാപ്പാട് വിടുക. പക്ഷെ അത് നന്നായി എന്ന് പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ശരിക്കും അന്ന് ഞാൻ ജയിലിൽ കിടന്ന് കർത്താവിനെ അറിഞ്ഞിട്ട് ജീവിച്ചതെന്നല്ല, അനുനിമിഷം കർത്താവിനെ അറിയാനും കർത്താവിനോട് അനുതാപത്തോടെ വിറയലോടുകൂടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കർത്താവിനെ ശരിക്കും അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ജീവിതാനുഭവമാണ്. ഞാൻ ജീവിക്കുന്നത്, ഞാൻ 10-30 വർഷമായിട്ട് ഇങ്ങനെ വാടക വീട് കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുക. അപ്പൊ ഇവളുടെ വീട്ടുകാരുമായിട്ട് സംസർഗമില്ല, എന്റെ വീട്ടുകാരുമായിട്ട് സംസർഗമില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ കൊച്ചിന്റെ ശാരീരിക പ്രശ്നങ്ങളും അതിന്റെ അറിവില്ലായ്മയും ഒക്കെ മറ്റുള്ളവരുടെ അതും ഇതും കേട്ട് ഇതിനൊരു മാനസിക പ്രയാസം വരണ്ട. പിന്നെ അതിനെ സംരക്ഷിക്കാൻ തീരുമാനമെടുത്ത എനിക്ക് ഇതിനിടയ്ക്ക് ഒരു അസ്വസ്ഥതയും ഉണ്ടാകണ്ടെന്ന് കരുതി എല്ലാവരെ അവരവരുടെ വാർഡിൽ വിട്ട് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് അറിയിച്ചാൽ ഞാൻ പോകും, ഇടപെടുമെന്നുള്ളൂ. ഇപ്പൊ ഈ കൊച്ചുമായിട്ടില്ല. ഇടയ്ക്ക് എന്റെ കൂടെ ആരാധനയ്ക്ക് വരും, ഇടയ്ക്ക് വരും, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കർത്താവിന്റെ ഗീതമാണ് അതിനകത്ത് എന്തുവാണെന്ന്, അത് എങ്ങനെ ആയിത്തീരണമെന്നുള്ളത് കർത്താവിന്റെ പ്ലാൻ. ഞാനത് അതിനകത്തുള്ള തെറ്റും അതിൽ ഞാൻ ചെയ്തു പോയ അവിവേകവും എല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞെങ്കിലും അതിനെ സംബന്ധിച്ച് എനിക്ക് ഇന്നും സങ്കടമുണ്ട്. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ നമ്മുടെ കൂടെയുള്ളവര് തീർച്ചയായും രക്ഷിക്കപ്പെട്ടിരിക്കണം. അത് നമ്മുടെ ഭാര്യ, മക്കള്, നമ്മുടെ സഹോദരങ്ങള് എല്ലാവരും. നമ്മൾ ബലാത്കാരനെ ശ്രമിച്ചാൽ അവർ രക്ഷിക്കപ്പെട്ടില്ല.
അവരോട് കർത്താവിന്റെ സ്നേഹം പങ്കുവെച്ചും കർത്താവിന്റെ മാതൃക കാണിച്ചാൽ മാത്രമേ അവർ രക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ എന്റെ സഹോദരന് ജീവിത പങ്കാളിയോട് കൂടെ ആയിരിക്കുന്നത് ഈ പറഞ്ഞ പ്രതികൂലവും പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ മണ്ണെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് എനിക്ക് ഭീഷണിയായി തീരാറുണ്ട് ഈ സഹോദരി. കാര്യം നേരത്തെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോ കർത്താവിനോട് കൂടുതൽ എടുത്തപ്പോ ഈ കുട്ടിയിൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രതികൂലങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നെ അതാണ്ട് 8% എടുത്താറുണ്ട്. അപ്പോഴൊക്കെ എന്റെ പരിശുദ്ധാത്മാവിനോട് അതൊരു പാഠമാക്കി എടുക്കാൻ മാത്രമാണ് പറഞ്ഞത്. ഞാൻ അതൊരു എക്സ്പീരിയൻസ് ആക്കി എടുത്തപ്പോൾ കൊണ്ട് ഒന്നും നേട്ടമെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി മുൻകൂട്ടിയായിരുന്നു. അത് വിശ്വാസത്തിലായിരുന്നപ്പോഴും ഞാൻ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ പറയത്തില്ല, പെട്ടെന്ന് പറയും. അതിന്റെ അയാൾക്ക് ഇങ്ങനെ നോവോ കൊള്ളുകയോ നമ്മൾ ചിന്തിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസമുള്ളവരായിരിക്കുമെന്നുള്ള വചനപ്രകാരം ഞാൻ എന്റെ വാക്കുകളെ ക്രമീകരിച്ചു. അതുകൊണ്ട് എനിക്ക് ആരോടും അങ്ങനെ ഇപ്പൊ സംസാരിക്കാൻ ഒക്കത്തില്ല, ആരെയും അങ്ങനെ അകറ്റി നിർത്താനും കഴിയത്തില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്ന് ഇതിനിടയ്ക്ക് ഈ സഹോദരിയെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ടി ബി വന്നു. ഞാൻ അത് വളരെ വർഷങ്ങളായിട്ട് എനിക്കുണ്ട്, ഞാനിതറിയുന്നില്ല. ടി ബി മൂത്ത് അത് ഞാൻ മുഴുവനും പഴുപ്പായി മാറിയെന്ന് പറഞ്ഞാല് ഒരു രാത്രി തൊട്ട് പിറ്റേ ദിവസം വൈകുന്നവരെ ഞാൻ രക്തം ഛർദ്ദിക്കുകയാണ്. അപ്പൊ ഈ പെണ്ണ് കരയുക ഇത് കണ്ടിട്ട്. ഇതിനെന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ കിടന്ന വായും തലയണ എല്ലാം ചോരയായി. ഇങ്ങനെ ഞാൻ ചുമക്കുന്നതും തുപ്പുന്നതും എല്ലാം ചോര. അപ്പൊ ഇതിന്റെ സങ്കടം കണ്ടിട്ടപ്പോ ഞാൻ ആശുപത്രി മനഃപൂർവ്വം പോകാതിരുന്ന. ഞാൻ ഡോക്ടറെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. ഡോക്ടറെ അടുത്ത് ചെന്ന് പരിശോധിച്ച് കവവും മൂത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ഈ റിസൾട്ട് എടുത്ത് എന്റെ മുഖത്തോട്ട് എടുത്തു തന്നെ, താങ്കൾ എന്ത് പണിയായി കാണിച്ച, ഇനി ഇത് ചികിത്സിക്കേണ്ട കാര്യമില്ല, ഇനി ആയുസൊന്നുമില്ല, ശരീരത്തിൽ ഒന്നും ബാക്കിയില്ല, എല്ലാം പഴുപ്പായി പോയി. നിങ്ങളിത് ഇങ്ങനെ കൂടെ ജീവിക്കാൻ ആളുണ്ടായിട്ട് നിങ്ങൾ ഇത്രയും ലാഘവത്തോടെ ഇത് കണ്ടത്. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടപ്പോൾ പിന്നെ വാസ്തവത്തിൽ അന്നൊരു പുറത്തിരുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഞാനിപ്പം ഡോക്ടറെ മരിക്കുന്നെങ്കിലും മരിച്ചോട്ടെ, ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ, മരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മരുന്ന് കൊണ്ട് കാര്യമില്ല, പുള്ളിയുടെ റിപ്പോർട്ടിലും വിടാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു ഡോക്ടർ മരുന്നുണ്ടെങ്കിൽ തരും, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അതിന് എനിക്ക് പ്രശ്നമില്ലല്ലോ. ഡോക്ടർ ഇപ്പൊ എന്നെങ്കിലും നിർത്താൻ പറ്റുമോ? ഡോക്ടർ മരുന്ന്. അങ്ങനെ അദ്ദേഹം മരുന്ന് തന്നു. ഞാൻ വീട്ടിൽ പോയി സത്യം പറഞ്ഞ ഞാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധി കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞ, കർത്താവ് ഇപ്പൊ എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കൊച്ച് അനാഥമാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ വാസ്തവം പറഞ്ഞ വീട്ടില് കഞ്ഞി കൂടി എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, വീട്ടിൽ കഞ്ഞിക്ക് പോകില്ലാത്ത അവസ്ഥയാണ്. ഇനി അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് ഞാനൊരു ക്ഷയരോഗിയാണെന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ട് യാചിക്കാവുന്ന വരെ ഒക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അതിനിടവെത്തിയില്ല. ഞാൻ ഈ ഗുളിക കഴിക്കുമ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഇതിന് ഡെയിലി 5-6 മുട്ടയും അതും ഇതുമൊക്കെ കഴിക്കണമെന്ന്. കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ലാത്ത എനിക്ക് അതിനുള്ള ത്രാണിയുണ്ടോ? ദൈവം വലിയവനായതുകൊണ്ട് സ്റ്റാൻലി പാസ്റ്റർ ഒരു ദിവസം എന്നെ അന്വേഷിച്ച് അവിടെ വന്നിട്ട് എൻ്റെ ഒരു 20,000 രൂപ കൊണ്ടുവന്ന് തന്നു. വേറെ ദൈവമക്കളൊക്കെ കൂടെ സുഖമില്ല എന്ന് അറിഞ്ഞിട്ട് എല്ലാവരുടെയും കൂടെ ഒരു നന്മയായിട്ട് തന്നതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞ എന്റെ കണ്ണ് നിറയുന്നു. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ ആദ്യത്തെക്കാൾ കഷ്ടത്തിലായ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ എന്റെ ദൈവം അവിടെ അത്ഭുതകരമായി എനിക്ക് വേണ്ടി കരുതി ദൈവദാസന്മാരെ ഒരുക്കി, ദൈവമക്കളെ ഒരുക്കി, ദൈവം അവിടെ തന്നെ ജീവിപ്പിച്ചു. അതിനുശേഷം ഞാൻ പുതിയ തീരുമാനം എടുത്തു. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇന്ന് ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ഓരോ നിമിഷവും കർത്താവിന്റെ കൃപയും സാന്നിധ്യവും അനുഭവിച്ചറിയാൻ പറ്റും. ഏത് ചെറിയതും വലുതുമായ കാര്യത്തിലും എന്റെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടാൻ എനിക്ക് പറ്റുന്നു. പല ആവർത്തികളിലും ഒക്കെ വീട് മാറുന്ന സാഹചര്യം പെട്ടെന്ന് വന്ന് വീട് മാറാൻ പറയുമ്പോൾ നമ്മൾ ഭയങ്കര നിസ്സഹായരായി പോകാറുണ്ട്. ആരുടെയും സപ്പോർട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു എല്ലാം തകർന്ന ഒരു അവസ്ഥയൊക്കെയാവും. അപ്പോൾ ഈ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് എവിടെ പോയി കിടക്കാൻ പറഞ്ഞാലും കിടന്നുള്ള ആരുടെയും മുമ്പിൽ അതിന്റെ പേരിൽ നിന്ന് വിറയ്ക്കാനുള്ള ഇടയുണ്ടാകരുത്. ഞാനൊരു ദൈവബദലല്ല എന്നുള്ള നിലയിൽ അവിടെ സാക്ഷ്യമുണ്ടാകരുത്. ഞാൻ എന്റെ കർത്താവ് വിശ്വസിക്കുന്നതിനാണ്. എന്റെ ദൈവം എന്നെ നടത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ അവിടെ തന്നെ നടത്തണം എന്ന് ദൈവസന്നിധി പറഞ്ഞു കേൾക്കുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ദൈവം അങ്ങനെയാണ് നടത്തുന്നത്. ഞാനൊന്നും നേടിയിട്ടില്ല, ഭൗതികമായി ഒരു നേട്ടവും എനിക്കില്ല. എന്നാൽ
എല്ലാം ഉള്ളവനെ പോലെ ഞാൻ പൂർണ്ണ സൗഖ്യമായി. 1.5 വർഷം ഞാൻ ആ ഗുളിക പറയാൻ എന്നോട് കിട്ടും ദേവദാസൻ പറഞ്ഞുകൊണ്ട് കാര്യം. 1.5 വർഷം ഞാൻ ആ ഗുളിക വെച്ച് ഡെയിലി 3 ഗുളിക വീതം കഴിക്കണം. ആ ഗുളിക എന്ന് പറഞ്ഞാൽ പിന്നെ തുപ്പുന്നതും മൂത്രം ഒഴിക്കുന്നതും എല്ലാം ആ ഗുളികയുടെ കളറായിരിക്കും. ഈ ഗുളിക അത്രയും ശരീരത്തെ ബാധിക്കും. അപ്പൊ അത് കാരണം തന്നെ ഡെയിലി 4 തേത്തയ്ക്കും 5-6 മുട്ടയുടെ വെള്ളക്കരു പിന്നെ ഒത്തിരി മത്സ്യമാംസാദികളൊക്കെ കഴിക്കണമെന്ന് നമ്മളെ കൊണ്ട് ദൈവം ഒരുക്കി തന്നത് വെച്ചിട്ട് ദൈവവിശ്വാസത്തിൽ നമ്മളത് കഴിച്ചു. ഈ പറഞ്ഞതെല്ലാം കഴിക്കേണ്ടതൊന്നും വന്നില്ലെങ്കിലും ദൈവകൃപ കൊണ്ട് അതെല്ലാം ഭംഗിയായിട്ട് നടന്നു. എനിക്ക് പൂർണ്ണ ആരോഗ്യമുണ്ടായി. ഇപ്പൊ എനിക്ക് പഴയതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ക്ഷയരോഗിയായിരുന്നു. ആകുന്നതിന് മുമ്പ് എനിക്ക് അത്രയും ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ അടക്കുകയും കിതയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു ദിവസം ചുമ്മാ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ പക്ഷെ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ജോലി ഇല്ലെങ്കിൽ ഞാൻ ഇതും എടുത്ത് പോകും. എവിടെയെങ്കിലും ഒക്കെ പോയി ആരെങ്കിലും ഒക്കെ കാണുകയോ ജോലി ഉണ്ടെങ്കിൽ ചെയ്യുകയോ ഇല്ലെങ്കിൽ ദൈവദാസന്മാരെ ദൈവമക്കളെയൊക്കെ കണ്ട് ഞാൻ വൈകുന്നേരം വീളെണ്ണത്തുള്ളൂ. കാരണം ദൈവം ഒരു ഉത്സവമാണ്. കർത്താവിന്റെ ജീവിതത്തിൽ വരുത്തിയ ശാരീരികവും മാനസികവും ആത്മികവുമായിട്ട് എനിക്ക് വളരെയധികം നന്മകളെ ചെയ്തു. വലിയ രൂപാന്തരം എന്റെ ജീവിതത്തിൽ ദൈവം വരുത്തി. എനിക്കിപ്പോ പറയാൻ ദൈവമക്കളുടെ മുമ്പിൽ ഇതിപ്പോ നമ്മളെ സഭയാണ്, നമ്മൾ സഹോദരന്മാരാണ്. ദൈവദാസൻ നമ്മുടെ കർത്താവിന്റെ ദാസനാണ്. സഭയിലെ ഇത്രയും നല്ല പത്യോപദേശവും പഠിപ്പീരുമുള്ള സഭ വേറെയില്ല. ഇത്രത്തോളം ആത്മീയതയുള്ളൊരു സഭ ഇപ്പോൾ ലോകത്ത് വേറെ ഒന്നുമില്ല. എവിടെ തിരിഞ്ഞാലും കുശുമ്പും കുന്നായ്മയും മത്സരവും സ്ഥാനമോഹവും സാമ്പത്തിക മോഹങ്ങളും ഒക്കെ ആയിട്ട് അധംപതിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസകോളത്തിൽ അനേകം താഴെക്കട പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സ്ഥാനത്ത് ദൈവം നല്ലൊരു ദൈവദാസനെ തന്നു. നല്ലൊരു സഭയില് നമുക്ക് അംഗത്വം എടുത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ദൈവസന്നിധി നിർത്താൻ ദൈവം ഇടയാക്കി. അത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും വിശ്വാസത്തിൽ ബലഹീനരാണെങ്കിൽ ഒരു കാര്യം മറക്കരുത്. ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മുടെ കർത്താവ് പോരാത്തവനല്ല. ഒരു നിസ്സാര കർത്താവ് പറഞ്ഞു, തലയിൽ രോമം മുഴുവൻ എണ്ണിയിരിക്കുന്ന ഈ ദൈവത്തിന് നമ്മുടെ ഏതെങ്കിലും കാര്യത്തിന് നമ്മൾ സഹായിക്കാതിരിക്കാൻ കഴിയുക. അവന് പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ സകല കാര്യങ്ങൾക്ക് മതിയായവനാണ് നമ്മുടെ കർത്താവ്. ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ മരിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്ന് അതിനു മുമ്പേ എനിക്ക് സാക്ഷ്യമുണ്ട്. അതിനു മുമ്പേ എന്റെ ദൈവം എനിക്ക് വലിയത് ചെയ്തു. എന്നാൽ മരണത്തിന്റെ മുഖം കാണുന്ന അവസരം എനിക്ക് വന്നപ്പോൾ അവിടെയും ദൈവം എന്നെ ഈ ദൈവം വലിയവനാകും. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും രോഗമാകട്ടെ, ഭാരമാകട്ടെ, എന്ത് വിഷയമായാലും പ്രാർത്ഥിക്കാൻ, നമ്മൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ, കർത്താവ് അത്ഭുതകരമായി വിടിയിരിക്കും. അതില് ആണെന്നോ പെണ്ണെന്നോ അപ്പനെന്നോ അമ്മയെന്നോ മക്കളൊന്നും വ്യത്യാസമില്ല. എല്ലാവരെയും ഞാൻ വിശേഷാൽ ഈ സമയത്ത് ഞാൻ ദൈവദാസൻ നന്ദി പറയാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ തടവറയിൽ സാക്ഷ്യം പറഞ്ഞിട്ട് ഏതാണ്ട് വർഷങ്ങളായി. തടവറയിൽ സാക്ഷ്യം എനിക്ക് 10 വർഷമായിരുന്നു ശിക്ഷ. 14 വർഷമായിരുന്നു ശിക്ഷ. എന്നെ 8 വർഷം കഴിഞ്ഞപ്പോൾ ബോർഡ് പാസ്സാക്കി. അതെന്റെ കർത്താവ് ചെയ്തത്. കാരണം ഒരു ഞായറാഴ്ച ഞാൻ ഇതുപോലെ ആരാധനയ്ക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആരാധന കഴിഞ്ഞ് 12 മണിക്ക് എല്ലാവരും പിരിയാൻ തുടങ്ങിയപ്പോൾ പുറത്ത് വലിയൊരു ജയിലിലുള്ള ജനക്കൂട്ടം എന്നെ കാത്തിരിക്കുക. ആരാധന കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് എല്ലാവരും കൂടെ വന്ന് എന്റെ നേരത്തോടെ ചാടി കയറി വീണിട്ട്, നിനക്ക് റിലീസായി, നീ മോചനത്തിലായിരുന്നു. അവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആഗ്രഹിച്ചു പോലുമില്ല. കാരണം ആഗ്രഹിക്കാൻ വേറൊന്നുമില്ല. ഞാൻ ചെയ്ത പ്രവൃത്തി എത്ര വലിയ തിന്മയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അത് ദൈവത്തിന്റെ മുമ്പിൽ, നിയമത്തിന് മുമ്പിൽ ഭയങ്കര കുറ്റമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ഒരു മോചനത്തിന് അർഹനല്ല. മാനുഷികമായ അതാണ് എന്റെ അവസ്ഥ. പക്ഷെ ദൈവം നിശ്ചയിച്ച പ്രകാരം എനിക്ക് നേരത്തെ കൂട്ടി മോചനം തന്നു. ഞാൻ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാരെ അവിടെ എനിക്ക് കർത്താവിന്റെ കൃപ കൊണ്ടാണ്. ഞാൻ ജയിലിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് മാനുഫാക്ചറിൽ വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹമാണ് മാർക്ക് ഇടുന്നത്, പാസ്സാക്കാനുള്ള മാർക്ക് ഇടുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ ഇനി പുറത്തു പോയാൽ തിരിച്ചു വരും. ഞാൻ പറയും, എന്തിനും സാറേ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നു? നീ വന്നത് തന്നെ ധാരാളമാണ്. ഇനി പുറത്തു പോയാൽ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യം ദൈവം തന്നിട്ടുണ്ട്. തിരിച്ചു വരും, സ്നേഹിതന്മാരെ കാണാൻ ചിലപ്പോൾ വരും, അല്ലാതെ ഒരു കുറ്റവാളിയായിട്ട് ഞാൻ ഇനി വരത്തില്ല. ശരി പോയി. അദ്ദേഹം എനിക്ക് മാർക്കിട്ട്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ അടുത്തറിയാൻ സാധാരണ പശ്ചാത്തലമുള്ളവരൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ആണെങ്കിലും
അവരെ മറിച്ച് സ്വഭാവം കാണിക്കും. ചില സമയത്ത് ഉദ്യോഗസ്ഥന്മാരോട് കയർക്കും, അങ്ങനെയുള്ള പ്രവർത്തിക്കില്ല. ഇത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹം പറഞ്ഞത് ഏൽപ്പിച്ചതും എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റിയത് കൊണ്ട് അദ്ദേഹത്തിന് എന്നോട് ഒരു മമത തോന്നി. അദ്ദേഹം പറഞ്ഞതാ ഞാൻ തന്നെ പാസ്സാക്കിയിട്ടുണ്ട്, ഓടുവന്ന്. അങ്ങനെ ഇവരെന്നെ കൊണ്ടുപോകാമെന്ന് നിൽക്കുന്നത്. ആ 7 മണിക്ക് രാത്രി സമയത്ത് അവിടുന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിൽ ഞാൻ പാതിരാത്രി വന്ന് കയറുമ്പോ വീട്ടുകാർ വിചാരിച്ച് ഞാൻ ജയിലാടി വന്നു. അവർക്കറിയില്ലല്ലോ എനിക്ക് ഇങ്ങനെ മോചനം കിട്ടുമെന്ന്, അവർക്കും പ്രതീക്ഷയില്ലല്ലോ. ഞാൻ വന്നപ്പോ അവർ പേടിച്ച് കറച്ചുപോയി. ഞാൻ പറഞ്ഞ അമ്മ പേടിക്കണ്ട. പിറ്റേ ദിവസം രാവിലെ പത്രം എടുത്ത് പത്രത്തിൽ എന്റെ പേര് കണ്ടതിന് ശേഷമാണ് അവർ വിശ്വസിച്ചത്. അത് അവരുടെ പേടിയുണ്ട്. പക്ഷെ ദൈവം അത്ഭുതകരമായി എന്നെ അവിടെ നിന്ന് വിടിവിച്ച് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രസിഡന്റ് മിനിസ്ട്രിയിലെ ആദ്യത്തെ കൺവെൻഷൻ, ഞാൻ ജനിച്ചു വളർന്ന ആ നാട്ടില് ആർച്ചിന് മുമ്പിൽ പിന്നെ ഒരു കൺവെൻഷൻ നടത്താൻ റോയ് പാസ്റ്റർ നേതൃത്വത്തിൽ സാധിച്ചു. അവിടെ ഒരു സാക്ഷിയാകാൻ എനിക്ക് സാധിച്ചു. എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു, എൻ്റെ സഹോദരി രക്ഷിക്കപ്പെട്ടു. ഇനിയും രക്ഷിക്കപ്പെടാൻ എൻ്റെ ഉറപ്പുകളുണ്ട്. അവരെ ദൈവം രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇങ്ങനെ തുടർന്ന് ദൈവസന്നിധിയിൽ ഞാൻ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവദാസനും കുടുംബവും ഇവിടെയുള്ള സഭയിലെ എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ നിലനിൽപ്പിന് ഉദ്ദേശം മറ്റൊന്നുമില്ല. ജീവിക്കുന്ന 2 ദിവസം ഉണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിൽ അവസാനിക്കണം. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴേ എനിക്ക് കസേരയിൽ ഇരുന്ന് ആരാധിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇനി എത്ര മണിക്കൂറാണെന്ന് ഞാൻ മുട്ടുമേലിരിക്കുന്നു. ഞാൻ ദൈവസന്നിധി ചോദിച്ചു വാങ്ങിച്ച അനുഗ്രഹമാണ്. എന്റെ കാല് മടക്കി എനിക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവ് തിരുമുമ്പില് മുട്ടുമടക്കി ഇരുന്ന് ആരാധിക്കാനുള്ള കൃപ എനിക്ക് തന്നു. കഴപ്പും വേദനയും പ്രയാസവും കൊണ്ടൊന്ന് ഞരങ്ങുന്ന അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ചതുകൊണ്ട് എനിക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പറ്റും. ഇത് ദൈവം തന്നെ കൃപയ. ഒരു ആരാധനയ്ക്കും ചെന്ന് ദൈവസന്നിധിയിൽ ഇതുപോലെ കസേരയിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇരിക്കുന്ന ഒരു മോശക്കാരനൊന്നല്ല. ഞാൻ അന്ന് ദൈവസന്നിധിയിൽ അത് ചോദിച്ചു വാങ്ങിച്ചു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോഴല്ലാതെ എനിക്ക് തൃപ്തിയില്ല. ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് തൃപ്തി വരത്തില്ല, ഒരു അനുതാപം ഉണ്ടാകുന്നില്ല. അതേസമയം മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അനുദപിക്കേണ്ടോണം, അനുദപിച്ച് പ്രാർത്ഥിക്കാനും ദൈവകൃപ പ്രാപിക്കാനും എനിക്ക് സാധിക്കുന്നു. തുടർന്ന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ സാക്ഷ്യം ദൈവസന്നിധിയിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.